പിന്നെ ഒരു ഫ്ലയർ ഉണ്ടാക്കാനാണ് ഇത്. ഇതേപോലെ ഒരു ഫ്ലയർ. പിന്നെ ബുക്കിൻ്റെ പേപ്പറിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ബുക്കിൻ്റെ ഒരു വേറൊരു പേപ്പറിലുണ്ടാകും. അതിന് മുമ്പ് ഞാൻ ഒരു ബുക്കിനെ പരിചയപ്പെടുത്താം. ഒരു പേപ്പറിൽ ഉണ്ടാക്കിയ ബുക്കാണ്. കട്ട് ചെയ്ത് ഉണ്ടാക്കിയ ബുക്കാണ്. ഞാൻ ഇനി ഒരു ദിവസം ഇത് പരിചയപ്പെടുത്താം. ഈ സൈഡിൽ എഴുതാം, ഈ സൈഡിലും എഴുതാം. ഈ സൈഡിൽ നമ്മൾ ഏത് സൈഡിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇപ്പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഒറ്റ ഷീറ്റ് പേപ്പർ വെച്ച്, A4 പേപ്പർ വെച്ച് കട്ട് ചെയ്ത് ഉണ്ടാക്കിയ ബുക്കാണ്. നമുക്ക് ഫ്ലയർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു A4 ഷീറ്റ് പേപ്പർ എടുക്കുന്നു. ഇതേപോലെ A4 ഷീറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു ഷീറ്റാകുമ്പോൾ മാറ്റി ഇനി അടുത്തതായിട്ട് നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് മടക്കാം. ഈ ഷീറ്റിനെ ഒന്ന് രണ്ടായിട്ട് മടക്കാം. ഇങ്ങനെ നീള ഭാഗം വേണം മടക്കാൻ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് സ്ക്വയറല്ല, റെക്റ്റാങ്കുലർ പേപ്പറാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം. മടക്കിയിട്ട് ഇതിൻ്റെ മോൾ ഭാഗം നമ്മൾ സാധാരണ ഒരു ഫ്ലയർ ഉണ്ടാക്കും പോലെ ഇങ്ങനെ മടക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ഇങ്ങനെ മടക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. മുഴുവനായിട്ട് മടക്കണ്ട, ഒരു സൈഡ് മാത്രം ഇങ്ങനെ മടക്കി കൊടുക്കാം. അടുത്ത് ഈ സൈഡും അതേപോലെ ഒന്ന് ഈ സൈഡൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കാം. അകത്തോട്ട് ഒന്ന് മടക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ചേർത്ത് മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ചേർത്ത് മടക്കി ഇത് വീണ്ടും ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ ഇതിനകത്തോട്ട് മടക്കി കൊടുക്കാം. നമ്മളിവിടെ നേരത്തെ നമ്മൾ മടക്കി വെച്ചിട്ടില്ലേ, അതിനിങ്ങനെ അകത്തോട്ട് മടക്കി കൊടുക്കാം. ഈ സൈഡും അങ്ങനെ ഇങ്ങനെ അകത്തോട്ടൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്ലെയിൻ ഇങ്ങനെ കിട്ടും. കറക്റ്റിനൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ മടക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിത് പുറത്തോട്ട് വേണം ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് ചെറുതായിട്ട് പുറത്തോട്ടൊന്ന് മടക്കുക. ഈ സൈഡും ചെറുതായിട്ടൊന്ന് പുറത്തോട്ടൊന്ന് മടക്കുക. ഇവിടെ ഒരല്പം ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കതിനെ കട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ പുറത്തോട്ട് വീണ്ടും ഇങ്ങനെ മടക്കിയതുപോലെ ഈ സൈഡും ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഇവിടെ നമ്മുടെ ഈ ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം.
ഈ ഭാഗവും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ എയറോപ്ലെയിൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പറത്താം. ഇനി നമുക്ക് ഈ എയറോപ്ലെയിൻ ഒന്ന് പറത്ത് നോക്കാം. അത് തിരിച്ചു വരണല്ലോ.